ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര ഗോവയിലേക്കാണ്. ഗോവയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ എവിടെയാണോ കറങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലം നോക്കിയിട്ട് അതിനോടടുത്താണ് റൂംസ് എല്ലാം ബുക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് നോർത്ത് ഗോവയിലേക്കാണ്. ഞങ്ങൾ അഗോഡ ആപ്പ് വഴി അതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര. സമയത്ത് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. ഇന്നും മഴയൊന്നും ഇല്ലാത്തൊരു തെളിഞ്ഞ ദിവസമായിരുന്നു. മൂന്ന് സീറ്റ് അടുത്തും ഒരു സീറ്റ് ഞാനൊരു വിൻഡോ സീറ്റാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ആകാശ ദൃശ്യങ്ങളൊക്കെ പകർത്തി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി. ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച്, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെയാണത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ കുറച്ച് ടൈം ലാപ്സ് വീഡിയോസൊക്കെ എടുത്ത് ഗോവയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഗോവയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നോർത്ത് ഗോവയിൽ പുതിയതായിട്ട് പണിതീർത്ത മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഇവിടെ പഞ്ചിമിലുള്ള ബിഗ് ഡാഡി എന്ന് പറയുന്ന കാസിനോയുടെ പരസ്യമൊക്കെ കണ്ടു അവിടെ. അപ്പോൾ ഞങ്ങൾ ബാഗേജൊക്കെ എടുക്കാനായിട്ട് താഴേക്ക് പോവുകയാണ്. ക്രോക്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അത് തികച്ച ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് അവിടെ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഗോവയിലേക്കുള്ള യാത്രയിലാണ്. നല്ല അടിപൊളി ഹൈവേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മഴയുള്ള ദിവസമാണ്. ഇനി റൂമിൽ ചെന്നിട്ട് ഇന്ന് കാര്യമായിട്ട് പുറത്ത് പോകാനൊന്നും സാധിക്കില്ല. അവിടെ അടുത്തൊരു ബീച്ചുണ്ട്, വാഗറ്റോ ബീച്ച്. സമയം കിട്ടിയാൽ അവിടെ ഒന്ന് പോകണം. അപ്പോൾ റൂമിലെത്തിയിട്ട് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. See you then. Bye.